വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. എന്നാലും ഇതെന്തൊരു കിതപ്പാ. 2 അടി നടന്നാ മതി. 2 അടിയോ? ഇതിപ്പോ ഡോക്ടർ വീട്ടിൽ നിന്ന് ഇവിടെ വരെ ചുരുങ്ങിയതൊരു 50 അടിയെങ്കിലായിട്ടുണ്ട്. ഓ, ഇനി അതേ പിടിച്ച് കയറണ്ട. ഞാൻ ഇവിടെ എങ്ങാനും കുറച്ചേരം ഒന്ന് ഇരിക്കട്ടെ. അതിനെന്താ, നീ അവിടെ ഇരി. പിന്നെ പഴയതുപോലെ അല്ലല്ലോ, പ്രായമൊക്കെ ആയില്ലേ? ഓ പിന്നെ പ്രായം ആർക്ക്? ഇത് വല്ല പ്രായമറ്റോ ആണോ? എനിക്ക് പ്രായമായതിന്റെ ഒരു കുഴപ്പമില്ല. ഇതാ ശ്വാസം മുട്ടലിന്റെ. അതങ്ങ് മാറിയാ എല്ലാം ശരിയാവും. ഒരു 3 ആളുടെ പണിയേ ഈ അന്നക്കുട്ടി തനിച്ചെടുക്കും. അത് പിന്നെ എനിക്കറിയില്ലേ. എന്നിട്ടാ ഇപ്പൊ പ്രായമായി എന്ന് പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ല. അതായത് ഈ പ്രായമാകുമ്പോഴാ ഈ ശ്വാസം മുട്ട് പോലുള്ള അസുഖങ്ങൾ വരുന്നതെന്ന്. അത് ഞാൻ സമ്മതിക്കില്ല. പ്രായമാകാത്ത എത്ര പേർക്കാ ശ്വാസം മുട്ടലും നെഞ്ചുവേദനയും തലകറക്കവും തലവേദനയും ഒക്കെ വരുന്നത്. അതിലെത്ര പേരാ ചത്തുപോകുന്നത്. ആ ലാസ്രിയേട്ടന്റെ മകൻ എത്ര വയസ്സുണ്ടായിരുന്നു? അത് ഒരു 40-42. എന്നിട്ട് എന്തായി? ഊണ് കഴിച്ച് ഉറങ്ങാൻ കിടന്നതാ. നേരം വെളുത്തപ്പോ തീർന്നു കിടക്കുകയല്ലേ. ആ, അങ്ങനെ നോക്കുമ്പോ ശരിയാ. ആ, നിങ്ങൾ ഇവിടെ ഇരിക്ക. അല്ല പിന്നെ എങ്ങനെ നോക്കുമ്പോഴാ ശരിയാകാത്തത്? ഓ, ഈ നശിച്ച മരുന്ന് കുടിച്ചാലെങ്കിലും ഈ ശ്വാസം മുട്ടൊക്കെ ഒന്ന് മാറിയാ മതിയായിരുന്നു. അങ്ങനെ പറയല്ലേ. ആദ്യം നമുക്കൊരു വിശ്വാസം വേണം, എന്നാലേ മരുന്ന് കഴിച്ച ഫലം ഉണ്ടാവുള്ളൂ. ആ ചെറുക്കന്റെ പേരെന്താ? ചെറുക്കനോ? അങ്ങേർക്ക് 10-60 വയസ്സ് പ്രായമുണ്ട്. ആർക്ക്? ആ ഡോക്ടറെ കാര്യല്ലേ പറഞ്ഞത്? അല്ലെന്ന്. പിന്നെ എന്റെ മനുഷ്യനെ, ആ ഖാദറിന്റെ മകനില്ലേ ഓട്ടോ ഓടിക്കുന്നത്? ആ, അത് ഷുക്കൂർ. അവൻ ഓട്ടം പോയിരിക്കല്ലേ. വേറെ വണ്ടി വിളിക്കാന്ന് വെച്ചാ നിനക്ക് ഇഷ്ടപ്പെടില്ല. ആ കൊച്ചനാണെങ്കിലേ അധികം കുഴിയിലൊന്നും ചാടിക്കാതെ സൂക്ഷിച്ചോടിക്കും. കാശും കുറച്ച് മതി. അവനുണ്ടായിരുന്നെങ്കിൽ ഈ കണ്ട നടപ്പ് മുഴുവൻ നടന്ന് കാലിന്റെ നടു ഓടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എന്തിനാ അതൊക്കെ പറയുന്നത്? അവൻ ജോർജ് പറഞ്ഞതല്ലേ മരുന്ന് വാങ്ങിക്കൊണ്ട് തരാന്ന്. നീ സമ്മതിക്കാഞ്ഞിട്ടല്ലേ? അതെന്താ, നിങ്ങൾ ചത്തുപോയോ? അതാ ഞാൻ അവനോട് പറഞ്ഞത്. എന്റെ കെട്ടിയൻ ചത്തുപോയിട്ടൊന്നും ഇല്ലെന്ന്. എന്തു വർത്താനം നീ പറയണത്? അവൻ അന്യനാണോ? നമ്മുടെ മോനല്ലേ. മോൻ അത് പണ്ട്. ആ അസത്തിന്റെ കഴുത്തിൽ എന്നവൻ താലി കെട്ടിയോ അന്ന് മുതല് അവൻ നമ്മുടെ മോനല്ലാതായി. അല്ല, അതിന് അവള് ഇന്നോ ഇന്നലെയോ എന്നെങ്കിലും വല്ലതും പറഞ്ഞോ? ആ, അവിടെയാ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. അവള് മാനത്ത് കാണുമ്പോഴേ ഞാൻ അതിലും മുകളില് ചൊവ്വയിലോ വ്യാഴത്തിലോ കാണും. ഇതിപ്പോ എന്തിനാ ആഴ്ചകളുടെ കാര്യം പറയണത്? ആഴ്ചകളോ? ഹോ, ഇങ്ങനെ ഒരു വാലും തലയും തിരിച്ചറിയാത്ത മനുഷ്യൻ. എന്റെ മനുഷ്യ, ഞാൻ അവള് ചിന്തിക്കുന്നതിനപ്പുറത്ത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യൂന്നാ പറഞ്ഞത്. അല്ലാതെ അത് പിന്നെ എനിക്കറിയില്ലേ. അറിയാം. എന്നിട്ടാ ഇപ്പൊ ജോർജ് മരുന്ന് വാങ്ങിച്ചു തരില്ലേന്ന് പറഞ്ഞത്. അവൻ എന്റെ മോനാണെങ്കി അങ്ങനെ ചോദിക്കുവോ? എങ്ങനെ ചോദിക്കുമെന്ന്? അമ്മേ മരുന്ന് വാങ്ങിക്കണോന്ന്. അതും അവള് പറഞ്ഞിട്ട്, ചേട്ടാ അമ്മയ്ക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന അവളുടെ ശുപാർശയില്. അത് ഞാൻ വളർത്തി വലുതാക്കി എന്റെ മകൻ. അല്ലാതെ പിന്നെ അവരെന്ത് പറയണമെന്നാ നീ പറയണത്? എന്റെ പൊന്നു ചേട്ടാ, അവൻ നമ്മുടെ മകനാണെങ്കി അവള് പറയാതെ തന്നെ അമ്മേ അമ്മ വാ നമുക്ക് മരുന്നിന് പോവാന്നല്ലേ പറയേണ്ടത്. അതിന് നിനക്ക് വല്ല അസുഖം ഉണ്ടോന്ന് അവൻ അറിയണ്ടേ? ആ കേക്ക്. എന്റെ അസുഖവും ബുദ്ധിമുട്ടും ഒന്നും നിങ്ങക്ക് പോലും അറിയില്ല. പിന്നല്ലേ മകന്. എന്റെ കർത്താവേ, എന്നാ ഇനി മനസമാധാനമായിട്ട് എനിക്കൊന്ന് ജീവിക്കാൻ പറ്റുന്നെന്ന് ഓർക്ക്.
ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അത്തരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു. ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. യേശയ്യാ 29-13 അന്നെ എന്നെ കരയല്ലേ, വല്ല ആൾക്കാരും കാണും. ദേ, ഛേ. അല്ല ഇതെന്താ രണ്ടാളും കൂടി ഇവിടെ ഇരുന്ന് കളഞ്ഞത്? ഞങ്ങളൊന്നേ ആ ക്ലെമന്റ് ഡോക്ടർ വീട് വരെ പോയിട്ട് വരികയായിരുന്നു. ഇവൾക്കൊരു ശ്വാസം മുട്ട്. എന്തിനാ എന്നെ കരയുന്നത്? പ്രയാസം വല്ലതും തോന്നുന്നുണ്ടോ? ഏയ് ഒന്നുമില്ല ദിവാകരൻ ചേട്ടാ. ചേട്ടനെങ്കിലും തോന്നിയല്ലോ എന്നോടിങ്ങനെ ചോദിക്കാൻ. ഏയ് ഒന്നുമില്ല ദിവാര, വെറുതെ വീട്ടിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കരഞ്ഞു പോയതാ. അല്ല, ദിവാകരൻ അവിടെ പോയിരുന്നു? ഞാൻ ആ പശുവിനെയും കിടാവിനെയൊക്കെ ആ പാടവരമ്പത്ത് കൊണ്ട് കെട്ടാൻ പോയതാ. അവിടെ ആകുമ്പോൾ നല്ല പുല്ലുണ്ടേ. കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ വൈകിട്ട് പിന്നെ അഴിച്ചിട്ട് പോന്നാൽ മതിയില്ല. അല്ല, അതൊക്കെ മക്കളാരെങ്കിലും ചെയ്യില്ലേ? ഈ പ്രായത്തില് ഈ പാടത്തും പറമ്പിലൂടെ ഒക്കെ നടന്ന് വല്ലയിടത്തും മറിഞ്ഞു വീണ. ഹേയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ മോൻ അവൻ ജോലിക്ക് പോവുകയല്ലേ, അതിനിടയിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ? ഞാനാവുമ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ. അല്ല, മക്കളും മരുമക്കളൊക്കെ എങ്ങനെയാ? കാര്യമായിട്ട് നോക്കുവോ? പിന്നല്ലാതെ ഒരു കുറവില്ലാതാ എൻ്റെ മക്കളെന്നെ നോക്കണത്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും വസ്ത്രത്തിൻ്റെ കാര്യത്തിലായാലും എന്നെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെയാണ് നോക്കണത്. ആ, അങ്ങനെയാ ഭാഗ്യം ചെയ്തവര്. നമുക്കൊന്നും അതൊന്നും വിധിച്ചിട്ടില്ല. മരുമോളുടെയും എന്തിന് സ്വന്തം മകന്റെ പോലും കൊത്തുവാക്കുകളും അവഗണനയെല്ലാം സഹിച്ചു കഴിയാനാ ഞങ്ങളുടെ വിധി. നീ എന്തൊക്കെയാ പറയണത്? പറയുന്നതല്ലോ, പറയിപ്പിക്കുന്നതല്ലേ. പോട്ടെ തന്നെ, അതൊക്കെ ശരിയാവും. അവരൊരുമിച്ച് ജീവിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ജീവിച്ചു തുടങ്ങിയാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. എൻ്റെ അടുത്ത് വേഷം കെട്ടെടുത്താലുണ്ടല്ലോ അവളെ നിലയ്ക്ക് നിർത്താൻ എനിക്കറിയാം. പിന്നെ ദിവാകരൻ ചേട്ടനെ മക്കള് പൊന്നുപോലെ നോക്കുന്നത് കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം മനസ്സിലാവില്ല. നിന്റെ വാക്കുകളിൽ പൊരുത്തക്കേടുണ്ടാകരുത്. കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവധാനവും കാട്ടുക. പ്രഭാഷകൻ 5-ാം 10-11 അന്നെ നീ ഒന്ന് നിർത്തിയേ. എങ്കിൽ പിന്നെ ഞങ്ങളങ്ങോട്ട് ചെല്ലട്ടെ ദിവാര. ഓ ശരി ഏട്ടാ. വാ. ചേട്ടാ, ആ എന്നാലും ഈ ദിവാകരേട്ടൻ ഇത്ര പെട്ടെന്ന് പോകുന്നു ഞാൻ വിചാരിച്ചില്ല. അല്ല, നീ എപ്പോൾ ശ്മശാനത്തിലേക്ക് പോയില്ലേ? ഏയ് ഇല്ല ചേട്ടാ, ഇവിടുന്ന് അവിടം വരെ ചെന്നിട്ട് പോയാലും ഇവിടുന്ന് പോയാലും ഒക്കെ കണക്കാ. ദിവാകരേട്ടൻ പോയി. ഞാനും അന്നയും കൂടി കഴിഞ്ഞ ആഴ്ച കൂടി കണ്ടതാ ഈ ദിവാകരനെ. ഞങ്ങള് ഡോക്ടറെ കണ്ടിട്ട് വരുന്ന വഴിക്ക്. ആഹാ, ആ മനുഷ്യന്റെ കാര്യമൊക്കെ എത്രയോ. പിന്നല്ലാതെ വെറുതെ ആണോ പറയുന്നത്? ഇന്ന് ഞാൻ നാളെ നീന്നു. എന്തു വന്നാലും ആള് ഹാപ്പി ആയിട്ടാണ് പോയിരിക്കുന്നത്. 3-4 ദിവസം മുമ്പ് കവലയിൽ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വായേട്ടാ നമുക്കൊരു ചായ കുടിക്കാന്ന്. എത്ര നിർബന്ധിച്ചിട്ടും പുള്ളി വന്നില്ല. അപ്പോഴല്ലേ കുട്ടൻസ് പറയണത്. അവൻ പാൽ ചായ കുടിക്കില്ലായിരിക്കും. ചില ആളുകൾക്ക് കട്ടൻ ചായ ഇഷ്ടം. വെറുതെ എൻ്റെ ചേട്ടൻ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കോ? എൻ്റെ ചേട്ടാ, നമുക്ക് ആദ്യം വേണ്ടതേ മറ്റുള്ളവരെ കേൾക്കാനുള്ള മനസ്സാ. ആ എങ്കിൽ നീ പറ, എന്താ അവൻ ചായ കുടിക്കാതിരുന്നത്? ചേട്ടാ, അങ്ങേർക്ക് ചായയോ കാപ്പിയോ എന്താണെന്ന് വെച്ചാ, ഭാര്യ മരിച്ചു പോയെങ്കിലും അവര് വീട്ടുകാരെ മക്കളും മരുമക്കളും ഒക്കെ ഉണ്ടല്ലോ, സമയാസമയങ്ങളിൽ കൊടുക്കുന്നേ. ഒന്നിനും ഒരു കുറവില്ലെന്ന് അങ്ങനെ ചിരിച്ച മുഖത്തോടു കൂടി ഹാപ്പി ആയിട്ടാണ് പുള്ളി പറഞ്ഞത്.
അത് കേട്ടപ്പോ ഉണ്ടല്ല എന്റെ കണ്ണ് നിറഞ്ഞുപോയി. അത് കേട്ടപ്പോൾ നിന്റെ കണ്ണ് നിറയുന്നത് എന്തിനാ? എങ്ങനെ നിറയാതിരിക്കും ചേട്ടാ? എന്റെയൊക്കെ വീട്ടിലെ ഒരു ചായ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ല ആ ചോദ്യം അങ്ങോട്ട് ശൂന്യതയിലേക്ക് പോവും. വീട്ടിലെ പട്ടി പോലും കേട്ട ഭാവം നടിക്കില്ല. അങ്ങനെയുള്ള എനിക്ക് കണ്ണ് നിറയാതിരിക്കും. ചേട്ടനെന്തൊന്നും മിണ്ടാത്തത്? അല്ല, നീ പറയുന്നത് ഞാൻ കേൾക്കല്ലേ. ഛേ, എന്നാലും ഇങ്ങനെയുള്ള വർത്താനം കേട്ട് കഴിഞ്ഞാൽ ആളുകൾ പ്രതികരിക്കാതിരിക്കും ചേട്ടാ. ചേട്ടാ, മനുഷ്യനായാലേ മറ്റുള്ളവരുടെ വിഷമത്തിലും സന്തോഷത്തിലും ഒക്കെ ഉണ്ടല്ല പ്രതികരിക്കണം, ആശ്വസിപ്പിക്കണം. ആ എടാ, നിന്റെ വീട്ടിൽ നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും വിഷമമുണ്ട്. പിന്നെ നീ ദിവാകരനെ പറ്റി പറഞ്ഞത് അതും എനിക്കും അറിയാം. എന്നോടും ഭാര്യയോടും ദിവാകരൻ പറഞ്ഞതാ അവനോട് അവൻ്റെ കുടുംബം കാണിക്കുന്ന സ്നേഹത്തെ പറ്റി. അതുപോലെയൊക്കെ അനുഭവിക്കാനേ ഈ യോഗം വേണം, യോഗം. ഞാൻ പോണേട്ടാ. എടാ, സത്കീർത്തിയിൽ ശ്രദ്ധാലുവായിരിക്കുക. 1000 സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അത് അക്ഷയമാണ്. നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ പരിമിതമത്രേ, എന്നാൽ സത്കീർത്തി ശാശ്വതവും. പ്രഭാഷകൻ 41 അധ്യായം 12-13 വാക്യങ്ങൾ. ചേട്ടാ, അതാ ദിവാരൻ ചേട്ടന്റെ മോനല്ലേ? എവിടെ? ദേ അവിടെ. എവിടെ? ആ രാജ. ആ അന്നു ചേട്ടാ, നിങ്ങളകത്ത് വിട്ടിരി, ഞാൻ ദേവൻ. ആ ആ ചേച്ചി. ആ എന്താണ്, രണ്ടാളും പള്ളിയിൽ നിന്ന് വരുന്ന വഴിയായിരിക്കും അല്ലേ? ആ അല്ല, ഇന്നായിരുന്നു അച്ഛൻ്റെ ചടങ്ങുകളെ. അറിയാം. അന്ന് പിന്നെ മരിച്ചെന്ന് സംസാരിക്കാൻ പറ്റിയില്ല. അല്ല, ഞാൻ ചേട്ടനെയും ചേച്ചിയെ കണ്ടിരുന്നു. നിങ്ങൾ മക്കൾക്ക് ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാകും മോനെ. അച്ഛൻ നിങ്ങളുടെ സ്നേഹത്തെ പറ്റി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു കുറവും ഇല്ലാതെ അച്ഛനെ നിങ്ങൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാ നോക്കിയെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മോനെ അച്ഛനോട് ഞാനന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാ ഭാഗ്യം ചെയ്തവരെന്ന്. ഏതായാലും അച്ഛൻ നിങ്ങളുടെ അടുത്തുനിന്ന് സന്തോഷത്തോടെയാ പോയിരിക്കുന്നത്. നിങ്ങളെ ദൈവം ഒരുപാട് അനുഗ്രഹിക്കും മോനെ. എങ്കിൽ ഞാനങ്ങ് ചെല്ലട്ടെ, ഓ, അവർ പോയിരിക്കുകയാണ്. ശരി ശരി, പോവാ. ആ ശേ. രണ്ടും കൂടെ പോയിട്ട് ഇങ്ങോട്ട് വരട്ടെ, ശരിയാക്കി കൊടുക്കാൻ ഞാൻ. എന്റെ കോള് കണ്ടിട്ടേ അവള് മനഃപൂർവ്വം എടുക്കാത്ത. അവനെ വിളിച്ചിട്ട് അവനും എടുക്കുന്നില്ല. ഓ എന്റെ അന്നെ, നീ ദൈവത്തെ ഓർത്ത് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കല്ലേ. കുഴപ്പങ്ങൾ ഉണ്ടാക്കരുതെന്നോ? എന്റെ ചേട്ടാ, ഇവളെയൊക്കെ ഉടുമ്പ് പിടിക്കുന്ന പോലെ പിടിക്കണം. ആ, അല്ലെങ്കിൽ നമ്മുടെ വരുതി നിക്കത്തില്ല. ആ. ആ വാ, കേറിയിരിക്കും. ഡേവിസ് ഇല്ല ഇവിടെ? ഇല്ല, അവനെ അവളുടെ വീട് വരെ പോയിരിക്കുക, അവന്റെ ഭാര്യയുടെ. എന്താ മോനെ, അവനെ വിളിക്കണോ? ഏയ് വേണ്ട ചേച്ചി. ആ ഇരിക്കും. ഞാൻ ഡേവിസിനെ കാണാൻ വന്നതല്ല. അല്ല, നമ്മൾ ഇന്നലെ പള്ളിയിൽ നിന്ന് വരുമ്പോ കണ്ടിരുന്നല്ലോ. അതെ. ഇന്നലെ ചേട്ടൻ പറഞ്ഞിരുന്നില്ലേ ഞങ്ങളുടെ അച്ഛൻ
വളരെ സന്തോഷത്തിലാണ് പോയിരിക്കുന്നതെന്ന്, അച്ഛനെ ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നൊക്കെ, അച്ഛൻ ഞങ്ങളെ അനുഗ്രഹിക്കുമെന്നൊക്കെ. അതെ മോനെ, നിങ്ങളെപ്പറ്റി പറയുമ്പോൾ അച്ഛന് 100 നാവായിരുന്നു അല്ലേ ഏട്ടാ? അതെ രാജ. നിങ്ങളോടെങ്കിലും സത്യം പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല. അച്ഛാ, അച്ഛാ, അച്ഛനിത് എവിടെ പോയി നടക്കാ? മോനെ, ഞാൻ ആ പശുവിനെയും കിടാവിനെയും ഇവിടെ കെട്ടാൻ വേണ്ടി കൊണ്ടുവന്നതാ. എന്നിട്ട് പറമ്പ് മുഴുവൻ തെണ്ടി തിരിഞ്ഞ് നടക്കുക. പശുവിനെ കെട്ടാൻ വന്നാ കെട്ടിട്ട് തിരിച്ച് വീട്ടിൽ വരണം. ഞാൻ അവിടെ നിൽക്കുന്ന 2 വാഴകൾക്ക് ഊന്ന് കൊടുക്കാണ്ടായിരുന്നു. എൻ്റെ അച്ഛ, അവനവനോട് പറഞ്ഞ പണി ചെയ്യാതെ പശു, ക്രാവ്, വാഴ, തേങ്ങ, മാങ്ങ എന്നൊക്കെ പറഞ്ഞേ ഇങ്ങനെ പാടത്തും പറമ്പിലേക്ക് അലഞ്ഞിരിഞ്ഞ് നടന്നോളണം. എന്താ മോനെ കാര്യം? അച്ഛനെന്താ ഒന്നും അറിയാത്ത പോലെ പൊട്ടം കളിക്കുക? പശുവിനെ കെട്ടിയിട്ട് വന്ന് കറണ്ട് ബില്ലടയ്ക്കാൻ പോകണമെന്ന് പറഞ്ഞിരുന്നല്ലേ? അത് ഞാനിപ്പോൾ തന്നെ പോകാൻ മോനെ. അല്ല മോനെ, അത് മൊബൈൽ അടക്കാൻ പറ്റില്ലേ? അതൊന്നും നടക്കില്ല. എൻ്റെ ഗൂഗിൾ പേ വർക്ക് ചെയ്യണില്ലേ. സമയത്ത് ബില്ലടയ്ക്കാതെ അവർ വന്ന് കണക്ഷൻ കട്ട് ചെയ്താലുണ്ടല്ല. ഇപ്പൊ സമയം എന്താണെന്നറിയോ? വേഗം പോവാൻ നോക്ക്, അല്ലെങ്കിൽ അവിടെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരും കേട്ടോ. ഇല്ല മോനെ, ഞാൻ ഇപ്പൊ തന്നെ പോയേക്കാം. അച്ഛനെ കാണാതെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ച് നടന്നു അറിയാമോ? എന്താ ചെയ്ത്? അത് മോള് വെള്ളം പുറത്തേക്ക് കളഞ്ഞപ്പോൾ അറിയാതെ എൻ്റെ മേത്തേക്ക് വീണതാണ്. അറിയാണ്ടല്ലേ ഏട്ടാ, അറിഞ്ഞോണ്ട് മനഃപൂർവ്വം തന്നെ ഒഴിച്ചതാ. ആ മോട്ടർ ഓൺ ചെയ്തിട്ടേ ഓഫ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. വെള്ളം നിറഞ്ഞു പോകാൻ തുടങ്ങിയിട്ട് നേരെ എത്രയെന്ന് അറിയാവോ? എന്നിട്ട് ചോദിച്ചപ്പോ പറയാ മറന്നുപോയിന്ന്. നന്നായി. കഷ്ടം. ഇനി ഷർട്ടും മുണ്ടും എടുത്ത് ഉടുക്കാൻ ഇങ്ങോട്ട് വാ, ശരിയാക്കുന്നുണ്ട് ഞാൻ. വേഗം പോയി പിഴിഞ്ഞു കൊടുക്കാപ്പാ. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. സങ്കീർത്തനങ്ങൾ 34 അധ്യായം 18 വാക്യം. എന്തൊക്കെ രാജ നീ പറയണത്? മോൻ ഈ പറയുന്നൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. വിശ്വസിക്കണം ചേച്ചി. ഞാനും ഭാര്യയും മക്കളും എല്ലാം അച്ഛന് ഒരു സമാധാനവും സന്തോഷവും കൊടുത്തിട്ടില്ല. ആ പാവത്തിന് ഒരുപാട് ദ്രോഹിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തിട്ടേ ഉള്ളൂ. ഞങ്ങള് മക്കള് അച്ഛനോട് അങ്ങനെയെല്ലാം പെരുമാറണമെന്നുള്ള അച്ഛൻ്റെ ആഗ്രഹമായിരിക്കും അച്ഛൻ നിങ്ങളോട് പറഞ്ഞത്. അല്ല, ദിവാകരൻ ചേട്ടനപ്പം ഞങ്ങളോട് പറഞ്ഞതെല്ലാം. അതെ, ഞങ്ങൾ മക്കളെ നല്ലവരായി പറഞ്ഞ് അച്ഛൻ ഒരുപാട് വേദനിച്ചിട്ടാ പോയത്. ഒരു പരാതിയില്ലാതെ ഒരു സ്ഥലത്തും ഒരാളോടും ഒരു കുറ്റങ്ങളും കുറവുകളും അച്ഛൻ പറഞ്ഞില്ല. അച്ഛൻ മരിച്ചതിന് ശേഷം ആരെ കണ്ടാലും അവർക്കൊക്കെ ഞങ്ങളോട് ഞങ്ങളുടെ ഗുണങ്ങളും സൽപ്രവൃത്തികളെ പറ്റി പറയാനേ ഉള്ളൂ. ഞങ്ങളുടെ കുറ്റപ്പെടുത്തലുകളിൽ സ്വയം വേദനിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ ഞങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞ് ആ അച്ഛൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോഴാണ്. വരേട്ടാ. ശരി ചേച്ചി. ചിലരങ്ങനെയാ, ഒന്നും ഒരാളെ അറിയിക്കില്ല. സഹിക്കാനും പൊറുക്കാനും ഒന്നും ഒരു മടിയും കാണിക്കില്ല. പിന്നെ ഇതാ
ഇതുപോലെ മരണശേഷമായിരിക്കും സ്വന്തം മക്കൾ പോലും അവരെ മനസ്സിലാക്കുന്നത്. നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത്. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 27-ാം വാക്യം. ചേട്ടാ, നീ കരയുന്നോ? ഞാൻ നമ്മുടെ മക്കളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടല്ലേ? ഒപ്പം ചേട്ടനെ. ആ, അതാ ഇപ്പൊ ഇവിടെ പറയേണ്ടത്. നിനക്കിപ്പോ എന്താ പറ്റിയത്? ദിവാകരന്റെ മകൻ പറഞ്ഞത് കേട്ടില്ലേ? അങ്ങനെ നോക്കുമ്പോ ഇത്രയും നാളും ഞാൻ ചെയ്തതും പറഞ്ഞു കൂട്ടിയതും നമ്മുടെ ഇഷ്ടങ്ങൾ നടത്തി തരികയും എന്റെ കുറ്റപ്പെടുത്തലുകൾ സഹിക്കുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്നവരാ നമ്മുടെ മക്കൾ. എന്നിട്ടും സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ മറ്റുള്ളവരോട് എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്. അവരുടെ ഇല്ലാത്ത കുറ്റങ്ങളും കുറവുകളും. എന്നോട് ക്ഷമിക്കേട്ട. ഇന്നു മുതൽ ഞാനായിട്ട് ഒരു കുഴപ്പം ഉണ്ടാക്കില്ല, പറയില്ല. എന്റെ മരുമകളായിട്ടല്ല, മകളെ പോലെ തന്നെ എന്നോട് പെരുമാറിയിട്ടും എനിക്ക് അവളെ മനസ്സിലാക്കാൻ. ഇനി ഞാൻ എന്റെ മരുമകളെ ആട്ടിപ്പായിക്കാനല്ല, ഇനി എന്റെ മക്കളെ ഒരു പരാതിയില്ലാതെ മരണം വരെ സ്നേഹിക്കും ഞാൻ. അന്നുകുട്ടി, എന്തെങ്കിലും ഒന്ന് പറയൂ ചേട്ടാ. നീ അന്നുകുട്ടി, നീ പറയുന്നത് സത്യമാണോന്നല്ലേ? എന്റെ കർത്താവേ, എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. 1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.